അല്ല മോളെ, അവിടെ വെച്ച് മോള് ആ സിയോട് അവര് മറുപടി തന്നോളെന്ന് പറഞ്ഞതോ? എന്റെ അച്ഛ SP ശ്രീലത നമ്പ്യാരെ വിളിച്ചെന്ന് കേട്ടപ്പോ ഞാനൊരു ജാടയ്ക്കങ്ങ് പറഞ്ഞതാ. ഈ അപകടസന്ധിയിൽ മറഞ്ഞിരുന്നുകൊണ്ട് നമ്മളെ സഹായിച്ചത് ആരാന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ആരായാലും ചെയ്തത് വലിയൊരു സഹായ, അതും കൃത്യസമയത്ത്. ആ CI സ്വാതി അറസ്റ്റ് ചെയ്ത് ജയിലടയ്ക്കാൻ തുടങ്ങിയതാ. റിമാൻഡ് റിപ്പോർട്ട് എഴുതാൻ പറഞ്ഞപ്പോഴാ ആ SP വിളി വന്നു. എന്തായാലും ഇത് വല്ലാത്തൊരു അത്ഭുതം തന്നെയാ. അച്ഛാ, നമ്മള് തെറ്റൊന്നും ചെയ്തിട്ടില്ല. നമ്മളെ സഹായിക്കാൻ ആ സമയത്ത് ആരും ഉണ്ടായിരുന്നുമില്ല. പക്ഷെ ദൈവത്തിനത് മനസ്സിലായി. ഏതോ ഒരു SP ശ്രീലത നമ്പ്യാരുടെ രൂപത്തിൽ ഒരു കോൾ. അതോടെ രക്ഷയുടെ വഴി തുറന്നു. ആരുമില്ലാത്തവരെ സഹായിക്കാൻ ദൈവമുണ്ടെന്ന് പറയുന്നത് ഇതാ അച്ഛാ. എന്തായാലും ആ ട്രാവൽ ഏജൻസിയിലെ ജയകുമാറിനെ ഞാനൊന്ന് കാണുന്നുണ്ട്. ആര് പറഞ്ഞിട്ടാണ് അവൻ നിന്നെ കണ്ടെന്ന് കള്ളം പറഞ്ഞെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. അത് ഞാൻ അവനെ കൊണ്ട് പറയിപ്പിക്കും. ഏട്ടാ, തൽക്കാലം വഴക്കിനൊന്നും പോണ്ട. ഏട്ടനെ പോലൊരു സിനിമാ നടൻ ട്രാവൽ ഏജൻസി ചെന്ന് വഴക്കുണ്ടാക്കാന്നൊക്കെ പറഞ്ഞാ അത് നാണക്കേടാ. സിനിമാ നടനൊക്കെ ശരി തന്നെയാ. പക്ഷെ ഞാനൊരു പച്ച മനുഷ്യനാ. ഭാര്യയും അച്ഛനെയും കുടുംബത്തെയൊക്കെ സ്നേഹിക്കുന്ന ഒരു സാധാരണക്കാരൻ. ഒരു സാധാരണക്കാരൻ എന്റെ ഭാര്യ ദ്രോഹിക്കാൻ ശ്രമിച്ചാ അതെനിക്ക് നോവും. ഇടിച്ചവന്റെ മൂക്ക് ഞാൻ പൊളിക്കും. ഒന്നും വേണ്ട, ഇത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. ഇതിന് പിന്നിലെ കള്ളത്തരം എന്താണെന്ന് ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. ഏട്ടൻ ഇനിയൊരു വഴക്കിനും പോണ്ട. എന്തായാലും ഇന്നത്തോടെ ഒരു കാര്യം മനസ്സിലായി. നമ്മളെ സഹായിക്കാനും ആരൊക്കെയോ ഉണ്ട്. അത് മതി. പണി പാളിയല്ലേ ഗൗരിജി? പോയതുപോലെ പൊടിയും തട്ടി വന്നിരിക്കുന്നു. എന്നാലും ഇതാരാ SP ശ്രീലത നമ്പ്യാര്? ഇവരിപ്പോ എവിടുന്ന് അവതരിച്ചത്? ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഹലോ, മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എന്ത് കുഴപ്പം? അല്ല, പോലീസ് സ്റ്റേഷനില് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ? ഓ, അത് ശരി. അപ്പൊ നിങ്ങളാണോ ഞങ്ങളെ രക്ഷിച്ചത്? മോളെ, നിനക്കിപ്പോൾ ഒരു ആപത്തും വരാതെ നോക്കേണ്ടത് എന്റെ കടമയാ. അതാ ഞാൻ SP ശ്രീലത നമ്പ്യാരെ വിളിച്ച് കാര്യം പറഞ്ഞു. അല്ലെങ്കിൽ ആ CI മോളെ കുടുക്കിയേനെ. ആരാ നിങ്ങള്? നിങ്ങൾ എന്തിനാ ഞങ്ങളെ ഇങ്ങനെ പിന്നാലെ നടന്ന് സഹായിക്കുന്നത്? മോൾക്ക് തെറ്റി. ഞങ്ങളെയല്ല, മോളെ മാത്രമാണ് ഞാൻ സഹായിക്കുന്നത്. മറ്റു ചിലർക്ക് കൂടി അതിന്റെ സഹായം കിട്ടുന്നുവെന്നേ ഉള്ളൂ. എന്തിനാ നിങ്ങൾ എന്റെ പിന്നാലെ ഇങ്ങനെ വരുന്നത്? മോളെ, നിനക്ക് ചെയ്തു തീർക്കാൻ ഒരുപാട് വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. അവിടേക്ക് എത്തും വരെ ഒരാപത്തും കൂടാതെ നിന്നെ സംരക്ഷിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ്. ഞാനത് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഉത്തരവാദിത്തങ്ങളോ? എന്തുത്തരവാദിത്വം? അതൊക്കെ മോൾക്ക് വഴിയെ മനസ്സിലായിക്കൊള്ളും. അപ്പോ ഞാൻ വെക്കട്ടെ?
നമസ്കാരം. നമസ്കാരം. ഹലോ, എല്ലാരും ഉണ്ടല്ലോ. നൈസ് ടു മീറ്റ് യു. നൈസ് ടു മീറ്റ് യു. 2-3 ദിവസമായി ഈ കൂടിക്കാഴ്ചക്ക് സമയം ചോദിച്ചിട്ട്. അത് പിന്നെ കുറച്ച് ദിവസം വീട്ടിലിരുന്നതിന്റെ സ്റ്റാർട്ടിംഗ് ട്രബിൾ ആയിരിക്കും അല്ലേ നീൽ? അതൊന്നുമല്ല കാര്യം, ഞാൻ പറയാം. ആക്സിഡന്റ് പറ്റിയതാണെങ്കിലും ഭാര്യയുടെ കൂടെ വീട്ടിൽ സ്വസ്ഥമായിട്ടിരിക്കാൻ കിട്ടിയ അവസരമല്ലേ, അതങ്ങ് ആഘോഷിച്ചു. അതല്ലേ നീൽ സത്യം? ദേ, ഉള്ളത് പറഞ്ഞ അതൊരു സത്യം തന്നെയാ. സിനിമയുടെ തിരക്കിനിടയിൽ ഇതുപോലൊരു അവസരം വീണ് കിട്ടിയതാ. നീലിന്റെ അപ്പിയറൻസിന് ഒരു റഫ് ലുക്ക് വന്നിട്ടുണ്ട്. അത് നമ്മുടെ ക്യാരക്ടറിന് ഗുണം ചെയ്യും അല്ലേ സുജിത്? തീർച്ചയായും. ഈ ലുക്ക് തന്നെ നമ്മൾ മനസ്സിൽ കണ്ട രൂപവും അല്ലടോ. തിരക്കഥ എഴുതി പൂർത്തിയാക്കിയപ്പോൾ ഞങ്ങൾ മനസ്സിൽ കണ്ട രൂപത്തിലേക്ക് നീൽ മാറി. നമ്മളിത് പൊളിക്കും. ഒക്കെ എന്റെ ഭാഗ്യം. വരൂ, നമുക്ക് അകത്തേക്ക് ഇരിക്കാം. ആയിക്കോട്ടെ. മാഡം പ്ലീസ് കം. Yeah, വരൂ. ഇങ്ങോട്ടിരിക്കാം. താങ്ക് യു. ഇരിക്കാം. ഓ, ഇരിക്കാം. ആ, മാഡം കുടിക്കാൻ എന്താ എടുക്കേണ്ടത്? ചായയോ അതോ തണുത്ത എന്തെങ്കിലും? എന്തായാലും മതി. എന്നാ പിന്നെ ചായ തന്നെ എടുക്കാം അല്ലേ നീൽ? ഇതാരാ, നീലിന്റെ ഭാര്യയാണോ? ഏയ് അല്ലല്ല, ഞാൻ നീലിന്റെ അനിയത്തിയാ. ഓ അയ്യോ, സോറി, തെറ്റിദ്ധരിച്ചു. ഇത്രയും സുന്ദരിയായ കുട്ടിയെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഭാര്യയായിരിക്കും. അല്ല, ഒരു സിനിമാ നടന്റെ പെങ്ങളാവാനുള്ള സൗന്ദര്യമൊക്കെ ആ കുട്ടിക്കുണ്ട് കേട്ടോ. അതെ, നമുക്ക് വന്ന വിഷയം സംസാരിക്കാം. അതല്ലേ പ്രധാനപ്പെട്ടത്. അതൊക്കെ സംസാരിക്കാനേ. അപ്പൊ ആ മറ്റേ കുട്ടി ഏതാ? അതാണോ ഭാര്യ? ഏയ്, അത് എന്റെ അനിയന്റെ ഭാര്യ ഓ. നന്ദിനി. അത് ശരി. തെറ്റിദ്ധരിച്ചതിൽ ക്ഷമിക്കണം. പരിചയപ്പെടാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ആ ഗൗരി, നിങ്ങൾ പോയി ഇവർക്ക് കുടിക്കാൻ എടുത്തിട്ടോ. ചെല്ല. ശരി നീൽ. ആ നീൽ, നമ്മുടെ സിനിമയുടെ കഥയിൽ വരുത്തിയ പുതിയ ചില മാറ്റങ്ങളെ കുറിച്ച് നമുക്ക് വിശദമായിട്ടും സംസാരിക്കേണ്ടതുണ്ട്. പറയൂ, എന്തൊക്കെയാ പുതിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത്? മെയിൻ കഥയ്ക്ക് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? കുഴപ്പമില്ലെന്ന് മാത്രമല്ല, കഥയിൽ വരുത്തിയ പുതിയ മാറ്റങ്ങൾ നീലിന്റെ കഥാപാത്രത്തെ പഴയതിനേക്കാൾ നന്നാക്കി എന്നാണ് എന്റെ അഭിപ്രായം. എന്നാ പിന്നെ വിശദമായി കേട്ടുകളയാം. അതെ, പുറത്ത് ചില വിരുന്നുകാരൊക്കെ വന്നിട്ടുണ്ട്. നിന്നോടെ അവർക്ക് കുടിക്കാൻ ചായ എടുക്കാൻ പറഞ്ഞു നീല്. ദാ ആ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് സ്റ്റൗവിലോട്ട് വെക്ക്. ഞാനിതൊന്നും ചെയ്യട്ടെ. എനിക്കെങ്ങും വയ്യ. പിന്നെ അവർ നിന്റെ ഭർത്താവിനെ കാണാൻ വന്നതാ, സിനിമാ നടൻ നീൽ മഹേഷിനെ. അതായത് എന്റെ ഏട്ടനെ കാണാൻ. മനസ്സിലായോ? ഏട്ടന്റെ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കുന്നത് സ്വാതി എടുത്തിയല്ലേ. അതുകൊണ്ടേ ചായ നീ തന്നെ കൊണ്ട് കൊടുത്താ മതി. അതെ, എന്റെ ഭർത്താവിനെ കാണാൻ വന്ന അതിഥികളെ സൽക്കരിക്കേണ്ടത് അദ്ദേഹത്തിന്റെ ഭാര്യയായ ഞാൻ തന്നെയാ. എന്റെ കടമയത്. അതിനാരുടെയും ഒരു ഉപദേശവും വേണ്ട. നീയൊക്കെ പോയി വേറെ വല്ല ജോലിയും നോക്ക്. അവളുടെ ഒരു കടമ.
വാടി. ഇത് കൊള്ളാം. കഥ ഇപ്പോ പഴയതിനേക്കാൾ ഒന്നുകൂടി നന്നായിട്ടുണ്ട്. പക്ഷെ അധികം ഒരു 25 ലക്ഷം കൂടി ചെലവാവും. എന്നാലെന്താ, തിയേറ്റർ നിറഞ്ഞ കൈയടി കിട്ടില്ലേ? Correct. പടം സൂപ്പർ ഹിറ്റ് ആവില്ലേ? അങ്ങനെ വന്നാ അതിന്റെ ലാഭം ആർക്കാ? പ്രൊഡ്യൂസർക്ക് തന്നെയല്ലേ? അതെ. അതെ, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേൾക്കാൻ നല്ല സുഖമാ. പക്ഷെ ഇവിടെ സൂപ്പർ ഹിറ്റായിട്ട് ഓടിയെന്ന് ജനം കരുതുന്ന പല പടങ്ങളുടെയും യഥാർത്ഥ കണക്ക് നോക്കിയ പ്രൊഡ്യൂസർക്ക് നഷ്ടം മാത്രമേ ഉള്ളൂ. ഇപ്പൊ കാലം മാറിയില്ലേ മാഡം? നെറ്റ്ഫ്ലിക്സും ആമസോണും പ്രൈം മൂവീസ് ഒക്കെ വന്നതോടുകൂടി ബിസിനസിന്റെ സാധ്യത കൂടിയില്ലേ? അതെ. നീൽ പറഞ്ഞത് ശരിയാ. പക്ഷെ ഇപ്പോഴത്തെ പ്രൊഡക്ഷൻ ചെലവ് താങ്ങാൻ പറ്റുന്നതല്ല. മാഡം, നിങ്ങൾക്ക് എന്നെ വെച്ച് ഈ പടം ചെയ്ത നഷ്ടം സംഭവിക്കുന്നുള്ള തോന്നലുണ്ടെങ്കിൽ ഞാൻ ഇതിന്ന് പിന്മാറിയേക്കാം. അല്ല, അത് എന്നെക്കാൾ മാർക്കറ്റ് വാല്യൂ ഉള്ള മറ്റേത് നടനെ വെച്ചും നിങ്ങൾ ഈ പടം ചെയ്യുന്നതിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അയ്യോ മിസ്റ്റർ നീൽ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. പ്രൊഡക്ഷൻ ചെലവുകളെ കുറിച്ച് മൊത്തത്തിൽ പറഞ്ഞെന്നേ ഉള്ളൂ. ഈ സബ്ജക്റ്റിൽ ഞാൻ കോൺഫിഡന്റ് ആണ്. എത്ര ചിലവുണ്ടെങ്കിലും നമ്മൾ ഇത് ചെയ്യുന്നു. മാഡം, ഇനി ചായ കുടിച്ചിട്ട് സംസാരിക്കാം പ്ലീസ്. ഓക്കെ. മേഡത്തിന്റെ അടുത്തേക്ക്. ഓ, എന്താ മേഡം? അല്ല, മിസ്റ്റർ നീലിന്റെ ഭാര്യ എവിടെ? പുറത്തേക്കൊന്നും കണ്ടില്ലല്ലോ. അതെ, സത്യത്തിൽ മിസ്സിസിനെയും കൂടെ ഈ കഥ പറഞ്ഞ് കേൾപ്പിക്കേണ്ടതായിരുന്നു നീൽ. ഇനി കേട്ടാലും മതിയല്ലോ. അതെ, ഇനി വിളിക്കാനൊന്നും പോണ്ട. ദേ, ഇത് തന്നെ എന്റെ ഭാര്യ സ്വാതി. ഇതാണോ നീൽ മഹേഷിന്റെ ഭാര്യ? അതെ. ഞാൻ കരുതി മാഡം കരുതിയത് ഞാൻ ഇവിടുത്തെ ജോലിക്കാരിയായിരിക്കും അല്ലേ? അല്ല, ഒരു സിനിമാ നടന്റെ ഭാര്യ എന്ന് പറയുമ്പോ ഇത്രയ്ക്ക് വണ്ണമുള്ള ഒരാളെ ഞാൻ പ്രതീക്ഷിച്ചില്ല. അല്ല, സാധാരണയായി താരങ്ങളുടെ ഭാര്യമാരൊക്കെ ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആയിരിക്കും. അതുകൊണ്ടാ. സോറി കേട്ടോ. എന്തിനാ ഇപ്പൊ സോറി? അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്റെ ഈ വണ്ണത്തിൽ എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. സത്യത്തിൽ ഈ വണ്ണം തന്നെയാ എന്റെ ഐഡന്റിറ്റി, അല്ല ഏട്ടാ? ആ, അതെ അതെ. മറ്റുള്ളവർ സത്യത്തിൽ പറയുമ്പോഴാ ഞങ്ങൾ ഈ വണ്ണത്തെക്കുറിച്ച് ഓർക്കുന്നത് തന്നെ. വണ്ണം ഇത്തിരി കൂടിപ്പോയതുകൊണ്ട് എനിക്ക് ഇതുവരെ ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. ക്ഷമിക്കണം, തെറ്റിദ്ധരിച്ചു പോയി. സ്വാതി, നീ അകത്തേക്ക് ചെല്ല്. ഞാൻ ഇവരോട് തിരി സംസാരിക്കട്ടെ. ചെല്ല്. എന്നാ പിന്നെ നിങ്ങൾ സംസാരിക്ക. എനിക്കകത്ത് ഒരുപാട് പണിയുണ്ട്. വൈഫിന് നന്നായിട്ട് ഫീൽ ചെയ്തെന്ന് തോന്നുന്നു. ഏയ്, അതൊക്കെ പോട്ടെ. അഡ്വാൻസ് നൽകാനാ സത്യത്തിൽ ഞങ്ങൾ ഇന്ന് വന്നത്. ഇന്ന് നല്ല ദിവസമാ. ഐശ്വര്യമായിട്ട് വാങ്ങിച്ചോളൂ. ദാ. നീൽ ആവശ്യപ്പെട്ട തുക അഡ്വാൻസ് ആയിട്ടുണ്ട്. അപ്പൊ പിന്നെ എല്ലാം പറഞ്ഞതുപോലെ നമ്മൾ ഈ പടം ചെയ്യുന്നു. ഓക്കെ? ഓക്കേ, I'll do my level best. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ആ, ശരി. ആ മിസ്റ്റർ നീൽ, ഞങ്ങൾ സംസാരിച്ചതിൽ ഭാര്യയ്ക്ക് എന്തെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ ഐ എം റിയലി സോറി കേട്ടോ. അത് സാരമില്ല. അയാൾക്കതൊന്നും ഒരു പ്രശ്നമേ അല്ല. അപ്പൊ കാണാം. ഓക്കെ ഓക്കെ, നമ്മൾ അടിച്ചു പൊളിക്കുന്നു. ശരി. ആ, ശരി. പിന്നെ ജോലിക്കാരിയാണോന്ന്? ഇവളുമാർക്കൊന്നും ജോലിക്കാരിയെ കണ്ട തിരിച്ചറിയാനുള്ള വകതിരിവില്ലേ? വിലയ്ക്ക് വെളിവില്ലാത്ത വർഗം.
അതോ ഇനി എന്നെ മനഃപൂർവ്വം കളിയാക്കിയതാണോ? എന്റെ വണ്ണത്തിൽ കയറി തൊട്ട് വിളിച്ചാലേ കൊല്ലും ഞാൻ. ഇത്തിരി തടിയുണ്ടെങ്കിലും എനിക്ക് തന്റെ ഇടത്തിന് ഒരു കുറവുമില്ല. ഹലോ, ഇതെന്താ ഒറ്റയ്ക്ക് ഇങ്ങനെ വർത്തമാനം പറയുന്നേ? ആ ശൃംഗാരി പോയോ? ഏട്ടന്റെ പ്രൊഡ്യൂസർ? ആ, അവര് പോയി. എന്താ തനിക്ക് അവരോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഏയ്, എനിക്കൊന്നും പറയാനില്ല. അല്ലെങ്കിൽ തന്നെ ഞാനെന്ത് പറയാനാ? അവർക്കിത്തിരി പൊങ്ങച്ചം കൂടുതലാണോ എന്നൊരു സംശയം. ദേ, ഇതുപോലുള്ളവരുടെ പൊങ്ങച്ചുവാ നമ്മുടെ കാലത്തിലെ അത്താഴം. അല്ല, തനിക്കെന്താ അങ്ങനെ തോന്നാൻ? അവര് ചോദിച്ചത് കേട്ടില്ലേ, ഞാൻ ജോലിക്കാരിയാണോന്ന്? എന്നെ കണ്ട അങ്ങനെ തോന്നുവോ? ഏയ്, ഇല്ലില്ല. ആര് പറഞ്ഞു? അത് അവര് ചുമ്മാ ഒരു തമാശ പറഞ്ഞതായിരിക്കും. ഒരു തമാശക്കാരി. അവരെന്താ ചാർലി ചാപ്പിളിന്റെ കൊച്ചുമോളോ തമാശ പറയാൻ? അപ്പോ തന്റെ വണ്ണത്തെ കുറിച്ച് കുറ്റം പറഞ്ഞത് തനിക്ക് തീരെ പിടിച്ചിട്ടില്ല അല്ലേ? സത്യം പറഞ്ഞാ ഒട്ടും പിടിച്ചില്ല. ഒരു പൊങ്ങച്ചക്കാരി. അവരെ ശരിക്കുള്ള ജോലിക്കാരികളെ കണ്ടിട്ടില്ല, അതുകൊണ്ടാ അങ്ങനെ തോന്നിയത്. തനിക്ക് അത് ഫീൽ ചെയ്തോ? ഏയ്, എനിക്കങ്ങനെ ഫീൽ ചെയ്തൊന്നുമില്ല. പിന്നെന്തിനാ ഈ ദേഷ്യം? അതെ, എന്റെ തടിയെക്കുറിച്ച് കുറ്റം പറഞ്ഞാ ആരായാലും എനിക്ക് ദേഷ്യം വരും. എന്റെ ഈ വണ്ണവും തടിയൊക്കെ എനിക്ക് അഭിമാനം തന്നെയാ. മറ്റുള്ളവർക്ക് അതൊരു കുറച്ചിലായിട്ട് തോന്നുമെങ്കിലും എനിക്കിതൊരു ഗമ തന്നെയാ. എന്നിട്ടാണോ താൻ തടി കുറയ്ക്കാൻ തീരുമാനിച്ചത്? അതിനല്ലേ താൻ പോയ വൈദ്യനെ കണ്ടത്? അത് പിന്നെ ശരിയാ. പക്ഷെ അത് വേണോന്നാ ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത്. അതെന്താ ഇപ്പൊ തനിക്കൊരു മനംമാറ്റം? മനം മാറ്റൊന്നുമില്ല. പക്ഷേ ഈ തടിയില്ലെങ്കിൽ പിന്നെ സ്വാതിക്ക് എന്താ ഒരു പ്രത്യേകത? മറ്റേത് പെണ്ണിനെയും പോലെ മാത്രല്ലേ തോന്നൂ. സത്യത്തിൽ ഇത്രയും തടി കൂടുതലുള്ളത് കൊണ്ടല്ലേ എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നതും എനിക്ക് കുറച്ച് ബഹുമാനം തരുന്നതും. ദേ, അത് താൻ പറഞ്ഞ ശരി തന്നെയാ. പക്ഷേ അതല്ല തന്റെ ശരിക്കുള്ള ഇപ്പോഴത്തെ പ്രശ്നം, ശരിയല്ലേ? അവര് തന്നെ ജോലിക്കാരി എന്ന് വിളിച്ച് കളിയാക്കിയത് തനിക്ക് കൊണ്ടു, അതല്ലേ സത്യം? ആ, അതെ, അത് തന്നെയാ സത്യം. ഞാൻ ജോലിക്കാരി തന്നെയാ. ഞാൻ മാത്രമല്ല, സ്വന്തം വീടിനെ സ്നേഹിക്കുന്ന ഓരോ സ്ത്രീയും വീട്ടിലെ ജോലിക്കാരി തന്നെയാ. ഒരു വീട്ടിൽ വീട്ടമ്മ ചെയ്യുന്ന ജോലിയോളം വലിയ ജോലി ഈ ലോകത്തുണ്ടോ? താനിപ്പം വലിയൊരു ഫെമിനിസ്റ്റായ ലക്ഷണം ഉണ്ടല്ലോ. സത്യം പറയുന്ന പെണ്ണിനെ ഫെമിനിസ്റ്റ് ആണെന്നോ സ്ത്രീപക്ഷവാദിയാണെന്നോ ഒക്കെ വിളിക്കും. അതാ ഈ സമൂഹത്തിന്റെ കുഴപ്പം. അതെ, ഏട്ടനറിയൂ, പുലർച്ചെ എഴുന്നേക്കുന്നത് മുതൽ രാത്രി കിടക്കുന്നത് വരെ ഒരു വീട്ടമ്മ ചെയ്യുന്ന ജോലി എത്രയാന്ന് കണക്ക് കൂട്ടാൻ പറ്റുമോ? അയ്യോ, മതി മതി, സമ്മതിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ ജോലി സ്ത്രീ ചെയ്യുന്ന തന്നെയാ. ആ, അതൊക്കെ പോട്ടെ. ദേ, ഇത് കണ്ടോ? അഡ്വാൻസ് കിട്ടിയതാ. അതെ, നമുക്കിന്നൊന്ന് പുറത്തു പോയാലോ? പുറത്തേക്കോ? ആ, പുതിയ സിനിമയ്ക്ക് അഡ്വാൻസ് കിട്ടിയതിന് തനിക്ക് എന്റെ വക ഒരു ട്രീറ്റ് ഉണ്ട്. ദാ, ഇത് താൻ തന്റെ കൈകൊണ്ട് തന്നെ വാങ്ങ. അങ്ങനെ ഇപ്പോ നീല് ഞങ്ങളെ കൊണ്ടാവാതെ ഇവളെ കൊണ്ട് ഒറ്റയ്ക്ക് പുറത്തു പോവാന്ന് വിചാരിക്കണ്ട. സ്വന്തം പെങ്ങളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഭാര്യയ്ക്കുള്ള അവകാശം. നിനക്കിവിടെ അവകാശമില്ലെന്ന് ആര് പറഞ്ഞു? നിനക്കും അവകാശമുണ്ട്. ഉണ്ടല്ലോ. അപ്പൊ പിന്നെ പുറത്തു പോകുമ്പോ എന്നെയും കൊണ്ടുപോകണം. എനിക്കും വേണം ട്രീറ്റും ചെലവും എല്ലാം. അപ്പൊ പിന്നെ എന്നെ ഒഴിവാക്കിയോ? ഞാൻ അനിയന്റെ ഭാര്യ ആയതുകൊണ്ടാണോ? ഹാ, നീ വന്നോ? വേണ്ടെന്നാര് പറഞ്ഞു? അല്ല, ഞാൻ കൂടി ചെന്നാ അത് ഏട്ടത്തിക്ക് ഇഷ്ടാവോ? എനിക്കൊരു ഇഷ്ടക്കേടുമില്ല. പക്ഷെ എല്ലാം കഴിഞ്ഞിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കാതിരുന്നാ മതി. അതെ, ഇനിയിപ്പോ ഇതിന്റെ പേരിലൊരു തർക്കം വേണ്ട. എന്റെ വക ഇന്ന് എല്ലാവർക്കും ഡ്രസ്സും ഡിന്നറും. നമ്മൾ ഒരുമിച്ച് പുറത്തു പോകുന്നു. എന്താ, സമ്മതിച്ചോ? സമ്മതിച്ചു. പക്ഷെ ഞാൻ ഗിരിയേട്ടനോടൊന്ന് വിളിച്ചു ചോദിക്കട്ടെ. അതൊക്കെ ഞാൻ അവനോട് പറഞ്ഞോളാം. അല്ലെങ്കിൽ തന്നെ എല്ലാരും കൂടി ഒരു ഔട്ടിങ്ങിന് പോകുന്നതിന് അവൻ എന്തിനാ സമ്മതിക്കാതിരിക്കുന്നത്? നിങ്ങൾ പോയി വേഗം റെഡി ആയിട്ട് വാ. ചെല്ല. ശരി നീലേ, ദാ ചെക്ക്, ഞങ്ങളിപ്പോ വരാവേ. വാടി. അപ്പോ ഇന്ന് നമ്മുടെ പ്രൈവസി പോയി അല്ലേ? അല്ല, അവരും കൂടി വരുന്നെന്ന് പറയുമ്പോ നമ്മൾ എങ്ങനെ വേണ്ടെന്ന് പറയും? ഏട്ടാ, നമ്മൾ പഠിക്കേണ്ട ഒരു വലിയ പാഠമുണ്ട്.
പലതിനോടും നോ പറഞ്ഞു തുടങ്ങുമ്പോഴാ നമ്മൾ ജീവിതത്തെ ജയിക്കാൻ തുടങ്ങുന്നത്. മനസ്സിലായോ? ഓ, മനസ്സിലായേ. എന്നാ പിന്നെ നമുക്ക് പുറത്തു പോവാൻ താനും റെഡിയായിട്ട് വാ. ചെല്ലടോ. ആ ഏത് യുദ്ധവും ജയിക്കാൻ എളുപ്പമാണ്. പക്ഷെ 3-4 പെണ്ണുങ്ങളുള്ള വീട്ടിൽ താമസിക്കാനാ പ്രയാസം. ഈശ്വരാ, നീ തന്നെ രക്ഷ.